അണ്ണാ നമ്മളെ ടൈല് പർച്ചേസ് ചെയ്യുമ്പോൾ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്. മാറ്റ്, ഗ്ലോസി, 4K, സെമി മാറ്റ്, 4x2, 2x2 അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ്. ഇപ്പം പഠിച്ചോ പിന്നെ കിട്ടത്തില്ല. അതെ, ശരിക്കും നമ്മളിത് ഏത് മേടിക്കണം? അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഈ കാറിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മുടെ ഇഷ്ടമുണ്ടല്ലോ, ലേഡീസുമായിട്ട് എല്ലാവരും കടകളിലൊക്കെ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ലേഡീസ് വന്നു കഴിഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള ടൈലേ അവർ എടുക്കത്തുള്ളൂ. അവർക്ക് ലൈറ്റ്, വൈറ്റ്, ഗ്രേ, കുറച്ച് കളർ, സ്പെഷ്യൽ കളേഴ്സ് ഉണ്ടല്ലോ, അതൊന്നും അവരെടുക്കത്തില്ല. അവർക്ക് കളർഫുള്ളായിട്ട്, കുട്ടികളായാലും അത് തന്നെ കളർഫുള്ളായിട്ടുള്ള ടൈല്. അപ്പോൾ മനസ്സിനിണങ്ങിയ ടൈൽ എടുക്കുക, അത് തന്നെയാണ് ആദ്യത്തെ അല്ലേ? അത് ഏതും എടുക്കാം അല്ലേ? അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ടൈൽസിനെ കുറിച്ചാണ്, അതിൻ്റെ വെറൈറ്റിയെ കുറിച്ചാണ്, വീട്ടിലോട്ട് ഏത് ഉപയോഗിക്കാവുന്നതിനെ കുറിച്ചാണ്, ഏത് പർച്ചേസ് ചെയ്യണമെന്നതിനെ കുറിച്ചിട്ടാണ്. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈ. എനിക്ക് ഈ ടൈലിൻ്റെ കാര്യം പറയുമ്പോഴേ എപ്പോഴും പ്രമുഖനെ ഓർമ്മ വരും. ഇപ്പോൾ എടുത്തോ, നാളെ കിട്ടില്ല, ഇന്നുകൊണ്ടുക്കോ, 29 രൂപ. ഈ സാധനം എൻ്റെ മനസ്സിൽ വരും, നിങ്ങളൊന്നും തോന്നരുത്. അതെ, ടൈല് എത്ര തരമുണ്ട്? ടൈല് മെയിനായിട്ട് സെറാമിക്, വെട്രിഫൈഡ്, ഇങ്ങനെ ഒരു ബേസിക് കാറ്റഗറി രണ്ടായിട്ട് തിരിക്കാം. 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം, ആണ് പെണ്ണ് എന്ന് പറയുന്നതല്ലേ? അതെ അതെ, രണ്ടായിട്ട് തിരിക്കാം. അതിനകത്ത് അതിൻ്റെ പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലിൻ്റെ ഡിഫറൻസിൽ ഇങ്ങനെയാണ് രണ്ടായിട്ട് തിരിക്കുന്നത്. വെട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, വെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ വെട്രിഫിക്കേഷൻ പ്രോസസ്സിലൂടെ പോകുന്ന ടൈലിനെയാണ് വെട്രിഫൈഡ് ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ക്ലേയിലും അങ്ങനെ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സെറാമിക് എന്ന് പറയുമ്പോൾ അത്രയും ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല, അത്രയും ഹീറ്റിംഗ് ആവശ്യമില്ല അതിന്. അപ്പോൾ അതാണ് സെറാമിക് ഗ്രേഡിലേക്ക് വരുന്നത്. ഇപ്പം പിന്നെ സൈസിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പോഴത്തെ കോമൺ സെല്ലിങ് 2x2 കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് 4x2 ടൈലുകളാണ്. 4x2 മാറിയില്ലേ, 6x4 വന്നോ? ഇല്ല, ഈ പറഞ്ഞ ഫാസ്റ്റ് മൂവിങ് എപ്പോഴും 4x2. 2x2 വിറ്റുകൊണ്ടിരുന്ന സ്ഥാനത്തേക്ക് 4x2 എത്തി. അതിനുമുമ്പ് 1x1 ആയിരുന്നു, 16 ആയിരുന്നു. അതൊക്കെ മാറി 2x2ലേക്ക് എത്തി. 2x2 മാറി ഇപ്പോൾ 4x2 എന്നൊരു സ്റ്റാൻഡേർഡ് സൈസിലേക്ക്. ഇപ്പോൾ ഒരു കാരണം അതിൻ്റെ ബഡ്ജറ്റാണ്. ഇപ്പോൾ പണ്ട് എനിക്ക് 2012-13 സമയത്തൊക്കെ ഈ 2x2 ടൈൽ വിറ്റുകൊണ്ടിരുന്നത് 50 രൂപയ്ക്കാണ് റീറ്റെയിൽ. ഇന്ന് 4x2 ടൈൽ വിൽക്കുന്നത് അതിലൊക്കെ വളരെ താഴ്ന്ന വിലയിലാണ് 4x2 ടൈൽ വിൽക്കുന്നത്. അല്ല, ഇതൊരു ഫാസ്റ്റ് മൂവിങ് എന്ന് പറയുമ്പോഴേ അതിനകത്തൊരു പ്രധാന ഘടകം വർക്കേഴ്സാണ്. അതെ, അതായത് അവർ മാക്സിമം സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഈ 4x2 ആണ്, അല്ലെങ്കിൽ 6x4 എന്ന് പറയുന്ന ഈ ടൈലാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് കുറേ അധികം എളുപ്പമുണ്ട്. 2x2 അപേക്ഷിച്ചിട്ട് നമുക്ക് ഒരൊറ്റ ലേയിങ്ങിൽ കുറച്ചധികം ഏരിയ കിട്ടും. അതൊരു മെയിനായിട്ടുള്ളൊരു ഘടകമാണ്. പിന്നെ റേറ്റ് വൈസും വലിയൊരു പ്രശ്നമില്ല. ഇനി അടുത്ത ഒരു സൈസിലേക്ക് പോകുമ്പോഴത്തേക്കും 1800, 1600-800 വരുന്ന സമയത്ത് ഇത് ലേ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് 4x2 അപേക്ഷിച്ചിട്ട്. ഇച്ചിരി വലിയ സൈസ് ബിഗർ ആവും തോറും എക്സ്പെർട്ട് ലേബേഴ്സിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. 6x4 ഒക്കെ നല്ല സൈസുകളാണ്, പക്ഷെ അത്രയും മാർക്കറ്റിൽ പോകുന്നില്ല. അതിന്റെ കാരണം ഈ പറഞ്ഞ ലേബേഴ്സിന്റെ ഇഷ്യൂ തന്നെയാണ്. അവർ മാക്സിമം അത് എടുപ്പിക്കത്തില്ല. വലിയ സൈസ് 8x4 ആയാലും മീറ്റർ ആയാലും അവർക്ക് അതിനോടൊന്നും അത്ര ഒരു താല്പര്യക്കുറവുണ്ട്. കാരണം വലിയ സൈസ് വരുമ്പോഴത്തേക്ക് അത്രയും മെനക്കേടുണ്ട്. അതുമല്ല അതിനത്ര കൂലി കിട്ടില്ല എന്ന വിഷയങ്ങളുണ്ട്. അങ്ങനെയുണ്ട്. ടൈലിനൊരു റേറ്റ്, ഗ്രാനൈറ്റിനൊരു റേറ്റ്. അപ്പൊ ഗ്രാനൈറ്റിന്റെ പണി എടുത്തിട്ട് ടൈലിന്റെ റേറ്റ് മേടിക്കേണ്ടി വരും. ഇപ്പൊ കുറച്ചൊക്കെ മാറ്റമുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ മാറി. ക്ലൈന്റ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ മറ്റേ 4 ഇരിക്കുന്ന സമയത്ത് 1 ഇട്ടാ പോരെ. പക്ഷേ ഇത് ഇടുന്നവരുടെ ബുദ്ധിമുട്ട് അവരെ അറിയോ? അല്ല, ഇതിനകത്തൊരു 8x4 സ്ലാബ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടുന്ന വഴിക്ക് പൊട്ടിപ്പോയി, എന്നാലും 32 സ്ക്വയർ ഫീറ്റ് പോയി. 32 അല്ലേ? പക്ഷെ 32 സ്ക്വയർ ഫീറ്റ് ഇല്ല. നമ്മള് പറയുമ്പോ ചെറിയ വേരിയേഷൻ വരും. 32 സ്ക്വയർ ഫീറ്റ് പറഞ്ഞെങ്കിൽ ശീലിച്ചു പോയി. അതെ 600 കോമൺലി എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അല്ല, കറക്റ്റ് ഈ നിങ്ങൾ ഈ കറക്റ്റ് മെഷർമെന്റ് പറയുന്നതുകൊണ്ടാണ് സൈസ് ആണെന്ന് പറയുന്നത്. 1600. എനിക്ക് തോന്നുന്നു ഞാനാണ് ഈ ഒരു മെഷർമെന്റ് ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നത്, ഈ ഒരു ഫണ്ട് ചെയ്തിട്ടുള്ളത്. അല്ല, പക്ഷേ ഇപ്പൊ ഒരുപാട് ഷോപ്പുകൾ ഇത് പറഞ്ഞു തന്നെ അജയ് ഇതിനകത്ത് ചെറിയ ഏരിയക്ക് ഒന്നും പ്രശ്നമില്ല. പക്ഷെ അത്യാവശ്യം വലിയൊരു 10,000 സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോഴത്തേക്ക് നല്ല എമൗണ്ട് വ്യത്യാസം ഒരുപാട് ഉണ്ടാവും. വേരിയേഷൻ വരുന്നുണ്ട്. തിക്നെസ് എനിക്ക് തോന്നുന്നു 8 9 ഇപ്പൊ 8 സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ടൈൽസ് വരുന്നുണ്ടല്ലേ, ഈ ടെൻസൈൽ സ്ട്രെങ്ത് കൊണ്ടാണ്. അതെ, ഇത് പണ്ട് ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പോൾ ആ ഒരു 2010-9 സമയത്തൊക്കെ 2x2 ഒരു കണ്ടെയ്നർ വരുന്നത് 800-900 ബോക്സ്, 850 to 4 സൈസ് എല്ലാം ഇപ്പൊ കറക്റ്റാ. 28,000 കിലോ ആണ് ഒരു കണ്ടെയ്നറിൽ വരുന്നത്. 900 ബോക്സ് എന്ന് കൂട്ടുക. ഇന്ന് ആ സ്ഥാനത്ത് വരുന്നത് 1200 ബോക്സാണ്.
28 ടൺ എന്നുള്ളത് 28 ടൺ തന്നെ ഇപ്പോഴും. എണ്ണം കൂടി Thickness പറഞ്ഞു. തിക്നെസ് പറഞ്ഞു. പക്ഷേ പണ്ട് വന്നുകൊണ്ടിരുന്ന ഒരു ബ്രേക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു 10 ബോക്സ് 15 ബോക്സ് ബ്രേക്കേജ് വരുന്നു 2009-10 സമയത്ത്. ഇപ്പോഴും അത്ര വരുന്നുള്ളൂ. പക്ഷേ ടെക്നോളജി മാറി. ഞാനേ ഒരു കാര്യം സിമ്പിളായിട്ട് രണ്ടായിടത്തും ചോദിക്കട്ടെ, ഈ ടൈലിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? എന്നെക്കാളും നന്നായിട്ട് പറയാൻ സാധിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, അത് പാടില്ല. ഒരു ടൈൽ കമ്പനി ഉണ്ടാക്കാൻ ഒരു മിനിമം 150 കോടിയെങ്കിലും വേണം. അല്ല, ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ടൈലിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. ടൈൽ ഒറിജിനലേ ഉള്ളൂ. പക്ഷേ ടൈലിനകത്ത് വരുന്ന, നമുക്ക് ടൈലിന് 2 പോർഷനാണല്ലോ ഉള്ളത്. നമുക്ക് അതിൻ്റെ ഒരു ബോഡിയും മുകളിലേക്കുള്ള നമ്മുടെ ആ ഒരു ഫിനിഷിങ് ഏതാണ്, അല്ലെങ്കിൽ ആ ഗ്ലേസിങ് പോർഷൻ, ഇതിൽ വരുന്ന ആ ഒരു വ്യത്യാസം അല്ലേ, ആ ഒരു ക്ലേയിലും അല്ലെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് വരുന്ന ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഫിനിഷിംഗ് സർഫസ് ഏരിയ, ഇതിലെ റേറ്റ് അല്ലേ ശരിക്കും ടൈലിന്റെ ഡിഫറെന്റ് റേറ്റുകളിലേക്ക് മാറ്റുന്നത്? അത് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലേയുടെ ക്വാളിറ്റി മുകളിലേക്ക് വരുന്ന ആ ഒരു ഫിനിഷിങ്ങിന്റെ ക്വാളിറ്റി. അതിപ്പോ ഒരു ടൈൽ എല്ലാവരും പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ പിൻ ഹോൾസ് ഉള്ള ടൈൽസ്, ചെറിയ കളർ വേരിയേഷൻ വരുന്ന സ്റ്റാൻഡേർഡ്, അതെ, അത് അവര് തരം തിരിച്ചിട്ട് തന്നെയാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പൊ ആ ഗ്രേഡിങ്ങിനകത്ത് വരുന്ന ഡിഫറൻസ് ആണ് ഒന്നാമത്തെ കാര്യം. അല്ലാതെ ഒരിക്കലും ഒരു കമ്പനിയും ഒരു ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് വരുന്ന ക്വാളിറ്റി ഡിഫറൻസ് ആണ്. അത് അവർ പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെയാണ് വിൽക്കുന്നത്. പക്ഷേ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വരുന്ന ക്വാളിറ്റി കുറഞ്ഞ ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വളരെ കുറവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി മാറിയപ്പോഴത്തേക്ക് ഒരുപാട് വേസ്റ്റേജും ഇത്തരത്തിലുള്ള സെക്കൻഡ് ഗ്രേഡും തേർഡ് ഗ്രേഡ് കൊമേഴ്സിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൊമേഴ്സിലൊന്നും കിട്ടാനേ ഇല്ല. മാക്സിമം ഒരു സെക്കൻഡ് ഗ്രേഡ് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, അതിലപ്പുറത്തോട്ട് കിട്ടുന്നില്ല. അത്രയും ചേഞ്ച് വന്നു ടെക്നോളജിയിൽ. അപ്പോൾ ഈ തിക്നെസ് കുറഞ്ഞിട്ടും ഈ ഫ്ലെക്സിബിലിറ്റി ബോഡിക്ക് വന്നു കുറച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് ബെൻഡ് ഇഷ്യൂസ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര അധികം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു മാറ്റം ടൈലിൽ ഉണ്ടാകുന്നത് നാനോ ടൈലുകൾ വരുമ്പോഴാണ്. 2x2 സൈസ് അല്ലേ, നാനോ ആ ഒരു ടൈൽ വരുമ്പോൾ സോഡിബിൾ സോൾട്ട് ആണ് ബേസിക്കലി ഈ ടൈല്. അതിനകത്ത് ഒരു പോളിഷിംഗ് കൂടെ വന്നപ്പോൾ നാനോ ആയി എന്ന് വെച്ചാൽ ചെറിയ മൈക്രോ ഹോൾസ് ഉണ്ട് ഇതിനകത്ത്. ഈ മൈക്രോ ഹോൾസ് ഈ പോളിഷ് വഴി അടഞ്ഞു. അപ്പൊ അതിനകത്ത് സ്റ്റെയിൻ അബ്സോർബ് ചെയ്യില്ല എന്നുള്ളതാണ്. സ്റ്റെയിൻ റെസിസ്റ്റന്റ് എന്നാണ് പറയുന്നത്, സ്റ്റെയിൻ ഫ്രീ എന്ന് പറയുന്നില്ല, സ്റ്റെയിൻ റെസിസ്റ്റന്റ് എന്നാ പറയുന്നത്. ഈ കുറെ നാൾ കഴിയുമ്പോൾ ഈ പിൻ ഹോൾസ് ഒക്കെ വീണ്ടും ഓപ്പൺ ആവും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ പ്ലൈവുഡിനകത്ത് അടിക്കുന്ന സാധനങ്ങൾ 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇത് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് പോകും, അത് വീണ്ടും സ്റ്റെയിൻ പിടിക്കും. അതാണ് അതിന്റെ ഒരു കഥ. ഒരു പോളിഷ് ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ച് നാൾ മുന്നേ വരെ നമ്മളൊരു ടൈൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു സാധനമാണ് സിംഗിൾ ചാർജ്, ഡബിൾ ചാർജ്. പക്ഷെ ഇതിപ്പോ കുറെ നാളുകൊണ്ട് ആ സാധനം അങ്ങനെ കേൾക്കാനില്ല. അത് ഇപ്പോൾ ഓരോ സമയത്ത് ഓരോ മാർക്കറ്റാണ്. ട്രെൻഡ് മാറി. ഇപ്പൊ GVT ട്രെൻഡാ. ഏറ്റവും ബെസ്റ്റ് ടൈൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ബോഡിയാണ്. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഡബിൾ ചാർജ് ഒരു കാലഘട്ടം മുഴുവൻ രാജാവായിരുന്നു. എന്തുവായിരുന്നത് കൊമേഴ്ഷ്യൽ. ഞാൻ എന്റെ വീട്ടിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഡബിൾ ചാർജ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഈ ഫുൾ ബോഡിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. യൂസ് ഇല്ല ശരിക്കും. ഫുൾ ബോഡി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഫ്ലോറിലേക്കൊക്കെ ഉരിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് വേസ്റ്റ് ഓഫ് മണി എന്ന് എങ്ങനെ കോസ്റ്റ് വൈസ് നോക്കുന്ന സമയത്ത്. കാര്യം നമുക്ക് പ്രോഡക്റ്റ് ബെസ്റ്റ് ആണ്, പക്ഷെ നമുക്ക് മോൾഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത് പക്ക പെർഫെക്റ്റ് സാധനമാണ്. ഇപ്പൊ ഡബിൾ ചാർജ് നല്ലൊരു സാധനമാണ്. ഫുൾ ബോഡിയുടെ പകുതി നേച്ചറും ഉണ്ട്, ബാക്കി ബേസ് ബോഡി. അപ്പൊ നമുക്ക് നല്ലൊരു ഡ്യൂറബിലിറ്റി കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഡബിൾ ചാർജ്. അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഡിസൈൻസ് ആണ്. അതെ, എനിക്ക് 15 മേളിലൊന്നും വന്നിട്ടില്ല. ഇല്ല, ഒരു ഡിസൈൻ ആവും, ഒരു കുറച്ച് ഡിസൈൻ ഉണ്ട്. അതിനകത്ത് വരുന്ന കളർ വേരിയേഷൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അത് അന്ന് കാലത്ത് ഫുള്ള് ഒരു ഐവറി കളർ, അത് മാത്രമായിരുന്നു. കളേഴ്സ് കിട്ടും, ഒരു 10-12 കളേഴ്സ് കിട്ടും. അതിനകത്ത് ഷെയ്ഡ് ലിമിറ്റഡാ, ഭയങ്കര ലിമിറ്റഡ്. അതൊരു പ്രസ്സിംഗ് ആണ്, അതുകൊണ്ടാണ് ആ ഷെയ്ഡ് നമുക്ക് ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഫുൾ ബോഡിയിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആണ്. സോൾട്ട് ആൻഡ് പെപ്പർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സോൾട്ട് ആൻഡ് പെപ്പർ രസമാണ്. അതൊക്കെ കുറച്ച് ഇത് ഫുൾ ബോഡിയുടെയും പ്രശ്നം ഇതാ, ലിമിറ്റഡ് ഡിസൈൻസേ പറ്റുള്ളൂ. അതിനകത്തുള്ള പ്രസ്സിങ്ങിന് വ്യത്യാസമുണ്ട്, അതിനകത്തുള്ള ഫിനിഷിങ്ങിന് വ്യത്യാസമുണ്ട്. റസ്റ്റൈലിൽ മാത്രമാണ് ഒരു സ്ലേറ്റ് ഫിനിഷ് വരുന്നത്. അതിപ്പം GVT കൊണ്ടുവരുന്നുണ്ട്. ആ ഫിനിഷ് ഇതുവരെ വേറൊരു കമ്പനിക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. GVT സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് നിങ്ങളുടെ പിക്ചർ കൊടുത്തു കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അടിച്ചു കിട്ടും അല്ലേ? ഒരു അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഡിസൈൻസ് എന്ത് ഡിസൈനാണ് നാളെ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, മുമ്പ് ഒരു സമയത്ത് നമ്മൾ ടൈൽ ലേ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആരോ മാർക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ താഴെയായിട്ട്. അതായത് കൃത്യമായിട്ട് അവരൊരു പാറ്റേൺ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ഇല്ല അല്ലേ? കറക്റ്റ് ഒരു പാറ്റേൺ കിട്ടലില്ല. സോഡിബിൾ സാൾട്ടിനകത്ത് അതിനകത്ത് നമ്മുടെ സ്ക്രീൻ പ്രിന്റിംഗ് ആണ് വരുന്നത്.
സ്ക്രീൻ പ്രിന്റിങ് ചെയ്തിട്ട് അതിന്റെ മേളിൽ ഈ പോളിഷ് ലെയർ ഒക്കെ വരുന്നത്. ഓക്കെ. അപ്പൊ ആ ലൈൻ ഇട്ട് പോയില്ലെങ്കിൽ അത് കിട്ടില്ല, കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. സ്ക്രീൻ പ്രിന്റ് ആയിരുന്നു വന്നോണ്ടിരുന്നത്, അവർ തന്നെ ചെയ്തോണ്ടിരുന്ന ഒരു പരിപാടിയാണ്. സ്ക്രീൻ പ്രിന്റിംഗ് ആയിരുന്നു. ഇപ്പൊ അത് മാറി ഡിജിറ്റലിലേക്ക് വന്നു. നമ്മുടെ പഴയ നാച്ചുറൽ സാധനം എങ്ങനെ ഇടുന്നു ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. ഇപ്പോൾ ഒരു GVT വരുമ്പോൾ 4 പീസ് 4 പ്രിന്റാ, ചെറിയ വേരിയേഷൻ ഉണ്ട് പ്രിന്റിന്, മിക്സഡ് പ്രിന്റാ വരുന്നത്, കണ്ടിന്യൂഷൻ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആരോ മാർക്കിന് വലിയ പ്രസക്തി ഇല്ല അതിനകത്ത്. GVT എടുക്കുമ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും, ഈ GVTയുടെ കളർ വെറൈറ്റീസ്, ഡിസൈൻ വെറൈറ്റീസ്, അതിന്റെ സൈസിന്റെ വെറൈറ്റീസ്, ഇതൊന്നും വേറുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത പ്രൊഡക്റ്റുകളാണ് GVT ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, പണ്ടും സൈസുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഫുൾ ബോഡി 6 മീറ്റർ ബൈ മീറ്റർ ഒക്കെ നമ്മൾ 2009 സമയത്ത് ഈ ആര്യാസിന്റെ ടേബിൾ ടോപ്പ് ഇല്ലേ, ടൈലുകളാണ് അതൊക്കെ. അപ്പൊ പണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വലിയ സൈസ് ടൈലുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടൈലുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എല്ലാ സൈസും ഹെവി സൈസും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പം GVT ആണ് ഇപ്പോഴത്തെ താരം, ഒരു ട്രെൻഡ്. ഇനി നാളെ ഇത് മാറി ഡബിൾ ചാർജോ വീണ്ടും പഴയ കാലത്ത് തിരിച്ചു വരാം. ഇപ്പൊ മറ്റേ ബാഗി പാൻസ് ഒക്കെ അല്ല, GVTയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്തു ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ പറഞ്ഞ, എനിക്ക് തോന്നുന്നു ആ ഒരു തരംതിരിക്കുന്ന സംഗതി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പം നമ്മൾ സംസാരിച്ചു. അതിൽ നമ്മൾ സോഡിബിൾ സോൾട്ട് തൊട്ട് നാനോ തൊട്ട് ഡബിൾ ചാർജ് തൊട്ട് GVT വരെ നമ്മൾ സംസാരിച്ചു. നമ്മൾ ഇടയ്ക്ക് ഫസ്റ്റ് പറഞ്ഞ് നിർത്തി അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് പ്രൊഡക്റ്റുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ആൾക്കാർ അതായത് പണ്ടെന്ന് വെച്ചാൽ ഗ്ലേസിങ് കൂടുന്തോറും കാണാനുള്ള കൗതുകം കൂടുമായിരുന്നു. പഫിങ് എത്ര കൂടുന്നു അത്രത്തോളം അതിന്റെ ഇത് കൂടുന്നു, കാണാനുള്ള കൗതുകം. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ആർക്കിടെക്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ സജസ്റ്റ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും ആൾക്കാരോട് പ്രിഫർ ചെയ്യാൻ പറയുന്നതും മാറ്റ് ഫിനിഷിലോട്ട് ഒരുപാട് അല്ലേ, മാറ്റ് ഫിനിഷ് ആണ് അതിനകത്ത് പ്രിഫർ ചെയ്യുന്നത്. ഒരു ഡാർക്ക് ബ്യൂട്ടിയാണ് മാറ്റ് ഫിനിഷ് എന്ന് പറയുന്നത്. മാറ്റ് ഫിനിഷിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയറിന് വീടുകളുടെ ലൈറ്റ് വേറെ ലെവലായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങൾ, ഇത് പലപ്പോഴും ഗ്ലോസി ടൈലിലേക്ക് വരുന്ന സമയത്ത് ഈ ലൈറ്റ് എല്ലാം ഇതിനകത്തേക്ക് റിഫ്ലക്ട് ചെയ്യും. അതൊരു വല്ലാത്തൊരു അസ്വസ്ഥത പിടിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ആ മാറ്റ് ഫിനിഷിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇനി സൂര്യൻ ഉദിച്ചു നിന്നാലും ഇവിടെ നമ്മളൊന്നും അറിയില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്കിപ്പോ ഈ വണ്ടികൾ ഡാർക്ക് എഡിഷൻ ഇറക്കലില്ലേ, അല്ലേ? അതെ, ലിമിറ്റഡ് കളേഴ്സ്, അതിന് ഭയങ്കര ഒരു ഭംഗിയാണ്. അത് ചെറിയൊരു ലൈറ്റ് കൊടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ വോളുകളിലേക്കും മാറ്റ് ഫിനിഷ് ആ ഒരു കണ്ടിന്യൂഷൻ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ഭയങ്കര ഒരു രസമായിട്ട് ചെയ്യാം. അതിൽ ചെറിയ ലൈറ്റ് നമ്മൾ കൊടുത്താൽ കൂടിയും ഔട്ട്സൈഡിലേക്ക് ഇത് റിഫ്ലക്ട് ചെയ്യില്ല. അല്ല, മാറ്റ് ഫിനിഷിലെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം പറയാം. ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, മാറ്റും ഗ്ലോസിയും നമ്മൾ. ഗ്ലോസി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിയാണ്, അതെ. മാറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലാണ്. തീർച്ചയായും ബ്യൂട്ടി നിങ്ങൾക്ക് ഒരു പക്ഷേ മടുത്തേക്കാം, പ്രൊഫഷണലിസം ഒരിക്കലും നിങ്ങൾക്ക് മടുക്കാൻ പോണില്ല. ശരിയല്ലേ? ഈ മാറ്റിന്റെ ഒരു പ്രൊഫഷണലിസം എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കുന്നില്ല. കളേഴ്സിന് വ്യത്യാസം വന്നേക്കാം, അങ്ങനല്ല? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്? ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയാം. അത് പറയും. ഗ്ലോസിയിലേക്ക് വരുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് ഈ റിഫ്ലക്ഷൻ അഡ്വാൻറ്റേജ് ആണ്, ബ്യൂട്ടിയാണ്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. അതായത് തുടച്ച് വൃത്തിയാക്കാൻ വീട്ടുകാർക്ക് കുറച്ച് എളുപ്പമാണ്. സിമ്പിളായിട്ട് പണി കഴിയും, പെട്ടെന്ന് അഴുക്കൊക്കെ അങ്ങ് പോകും. പക്ഷെ അതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ സ്ക്രാച്ച് വീഴും. ഇപ്പൊ പ്രത്യേകിച്ച് GVT എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇത് ഒരു ലെയറാണ്, ടോപ്പ് ലെയർ മാത്രമാണ്. ആദ്യത്തെ ഒരു ബോഡി കഴിഞ്ഞാൽ മേളത്തെ ലെയറിലേക്ക് ഇതിന്റെ ഡിസൈൻ വരുന്നു. ഡിസൈനിന്റെ മേളിലേക്ക് ലിക്വിഡ് പോളിഷാണ് വരുന്നത്. പോളിഷിന്റെ തിക്നെസ് അനുസരിച്ച് ഹൈ ഗ്ലോസി ആവും, നോർമൽ ഗ്ലോസി ആവും. ഒരു ഗ്ലാസ് ലെയർ എന്ന് കൂട്ടിക്കോ. ഇതിനാണ് ഈ 4K ടൈൽ എന്നൊക്കെ പറയുന്നത്, ഹൈ ഗ്ലോസി. ഹൈ ഗ്ലോസി 4K വരുമ്പോൾ നമുക്ക് 4K ടൈൽ എന്നൊക്കെ പറയും. ഹൈ ഗ്ലോസി ആണോ? കാണുമ്പോഴത്തേക്ക് ഒരു കർവ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇത് ലിക്വിഡ്, ഞാൻ പറഞ്ഞ ലിക്വിഡ് പോളിഷ് ആണ്. നിങ്ങളൊരു വെട്ടത്ത് അല്ലെങ്കിൽ ഒരു ടൈൽ ഷോപ്പിൽ ഡബിൾ ചാർജിനകത്ത് കാണുന്ന റിഫ്ലക്ഷനും ഈ GVT കാണുന്ന റിഫ്ലക്ഷനും ഒന്ന് ലിക്വിഡ് പോളിഷ് ആണ്, ഒന്നല്ലാത്ത സ്റ്റോൺ പോളിഷ് ആണ്. അതാണ് അതിന്റെ വ്യത്യാസം. കറക്റ്റ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഒന്നിനകത്ത് സ്റ്റേബിൾ ലൈറ്റും ഒന്നിനകത്ത് ഈ പറയുന്ന പോലെ കർവിംഗ് ലൈറ്റും. അങ്ങനെ തോന്നും, വെള്ളത്തിൽ ഇങ്ങനെ പോകുന്ന ലൈറ്റ്. അപ്പം ഇതിനകത്ത് സ്ക്രാച്ച് നല്ല കണ്ടമാനം വീഴും. കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ആ പോളിഷിന്റെ അളവ് കുറഞ്ഞു വരും. അത് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഡോറിൽ നിന്ന് കയറി ഒരു പാത്തി കൂടെ ആയിരിക്കുമല്ലോ പോകുന്നത്, അവിടെയൊക്കെ പാടുകൾ വരാനുള്ള ട്രാഫിക് ഏരിയ. അതെ, നമുക്ക് അവിടെ പെയിന്റ് ഇളവുന്ന പോലെ ഫീൽ ചെയ്യും, അല്ലേ? ശരിക്കും ഒരു ഷെയ്ഡ് ഇങ്ങനെ കുറഞ്ഞു വരും നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത്. അത് ചില സമയത്ത് നമ്മൾ ഈ പ്രോപ്പർ ഈ എഡ്ജ് ആ സ്ഥലങ്ങളിലൊക്കെ ഇത് ഫീൽ ചെയ്യലുണ്ട്. ഈ അതുപോലെ ഈ ഡോറിന്റെ അടിയിൽ ചില സമയത്ത്, ഇപ്പോഴൊന്നും അത് കാണാനില്ല, പഴയ സമയങ്ങളിൽ ഡോറിന്റെ താഴെ മാറ്റ് ഇടലുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ഡോർ
ഡോർ തുറക്കുമ്പോഴൊക്കെ അങ്ങനെ അടയുകയും അത് കണക്ക് വരും. ആ സ്ഥലത്ത് ഇതിന്റെ കളർ ഫെയ്ഡ് ആവുന്നത് ഇപ്പം വലുതായിട്ട് അങ്ങനെ കാണുന്നില്ല. ഇടയ്ക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ ഇതിനകത്ത് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു GVT-യുടെ പ്രശ്നങ്ങളാണ്. ഡിസഡ്വാൻറ്റേജ്. മാറ്റിലേക്ക് വരുമ്പോൾ മെയിൻ്റനൻസ് ഇച്ചിരി പാടാണ്. അതായത് വൃത്തിയാക്കാം, നമ്മളത് എഫർട്ട് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോഡി കഴിഞ്ഞിട്ടുള്ള മേളത്തെ ലെയർ പ്രിന്റ് വരുന്നു, അത്രേ ഉള്ളൂ മാറ്റ്. അത്രേ ഉള്ളൂ. അതിന്റെ മേളിലോട്ടൊന്നും ഇല്ല. ഇത് നമ്മുടെ വീടുകളൊന്നും പ്രശ്നമില്ല. കൊമേഴ്സ്യൽ ഏരിയയിലൊക്കെ പോകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാറ്റുകളുണ്ട്, സ്പെഷ്യൽ കോട്ടിംഗ് ഉള്ള മാറ്റുകളുണ്ട്. നമ്മുടെ KFC നമ്മുടെ അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആർക്കി കോൺക്രീറ്റ് പാറ്റേൺ ഉണ്ട്, കണ്ടിട്ടുണ്ട്? ഗ്രേ, ഭയങ്കര രസമുള്ള ഒരു സാധനമാണ്. ഫ്ലോറും അവരുടെ റൂഫും ഒക്കെ അവർക്കൊരു സ്പെക്കിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതായത് റൂഫ് ഇതെല്ലാം റെഡ്, റൂഫ് ബ്ലാക്ക്, വാള് റെഡ് വൈറ്റ് കോമ്പിനേഷൻ, ഫ്ലോർ ഗ്രേ. അതാണ് അവരുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഫ്ലോർ ഭയങ്കര രസമാണ് കാണാൻ. അപ്പൊ ഈ ഒരു കോട്ടിങ് ഇളകി പോത്തൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട്. അഡ്വാൻറ്റേജ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്ക്രാച്ച് വീഴില്ല അങ്ങനെ പെട്ടെന്ന്. അത് സ്ക്രാച്ച് വീഴില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ടൈലും അല്ല, അത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടൈലുകളുണ്ട്. അതിനുവേണ്ടി ഈ ഒരു കൊമേഴ്സ്യൽ ഏരിയ, ഹെവി ട്രാഫിക് ഏരിയയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഷാർപ്പായിട്ടുള്ള ആണി വെച്ച് വരച്ചാൽ പോലും സ്ക്രാച്ച് വീഴാത്ത ടൈലുകളുണ്ട്. പല വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ഒരച്ച് രാഗിയൊക്കെ. അതെ, അതൊന്നും വീഴില്ല. അത് പ്രോപ്പർ ഈ ഒരു ഏരിയയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈലുകളാണ്. നിങ്ങളുടെ വീട്ടിൽ സിമന്റ് ടെക്സ്ചർ ചെയ്തിട്ടില്ലേ? ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ആർക്കി കോൺക്രീറ്റ് എന്ന് പറയാം. അതാണ് അതിന്റെ ഒരു ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത്. സ്ക്വയർ ഫീറ്റ് എത്ര രൂപയായിട്ടുണ്ട്? അത് 124 രൂപ സ്ക്വയർ ഫീറ്റ്. അത് ചെയ്തത് അന്ന് അത്യാവശ്യം വലിയൊരു ബ്രാൻഡിന്റെ ആയിരുന്നു ചെയ്തത്, സുസൂക്ക. അതുപോലെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് 120 രൂപയ്ക്ക് മുകളിലായി. 32 രൂപ ഉണ്ടെങ്കിൽ സെയിം ഫിനിഷിൽ ഈ ടൈലോട്ട് അത് പറ്റും. വ്യത്യാസം അതിന്റെ കുറച്ച് വലിയ സൈസിലേക്കും പോവാം, കൃത്യമായിട്ടുള്ള ഗ്രൂസ് കൊടുക്കാം. കോസ്റ്റ് എഫക്റ്റീവ് നോക്കുമ്പോഴത്തെ അടിപൊളി സാധനമാണ്. അങ്ങനെയൊക്കെ കുറെ ഇന്റീരിയർ ഡിസൈൻസിന് കോൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യാൻ ടൈലുന്നുണ്ട്. കാരണം ഇന്ന് ഈ GVT വന്നതിന് ശേഷം പ്രിന്റ് ധാരാളം ഉണ്ട്. അതല്ല ഈ മാറ്റ് ഫിനിഷ് എന്ന് പറയുമ്പോൾ ഇന്ന് മാറ്റ് ഫിനിഷിൽ തന്നെ ഒരു വൈഡ് വെറൈറ്റി. ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു, മാറ്റ് ഫിനിഷിലെ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ നമ്മളെ കണ്ണു തള്ളി. ഗ്ലോസിയേക്കാൾ ഒരു പക്ഷേ കൂടുതൽ. അതെ, ഗ്ലോസി ഒറ്റ പ്രിന്റ് അല്ല ഉള്ളൂ, പ്രിന്റിലുള്ള ഡിഫറൻസേ ഉള്ളൂ, ഫിനിഷ് ഒന്നല്ലേ. പക്ഷേ മാറ്റിലേക്ക് വരുമ്പോൾ സിൽക്കി മാറ്റുണ്ട്, സ്മൂത്ത് മാറ്റുണ്ട്, റസ്റ്റിക്ക് തന്നെ പലതരം റസ്റ്റിക്കുകളുണ്ട്, സാറ്റിൻ മാറ്റ് വരുന്നുണ്ട്, ചെറിയ പിടുത്തം. അവിടെ തടവി നോക്കുമ്പോൾ തന്നെ ഓരോരോ ടൈലിൽ ഓരോരോ ഫിനിഷാ. ബേബി സാറ്റിന് സ്റ്റോണ്, സെമി സ്റ്റോണ്, എന്തുമാത്രം ഐറ്റംസ് കാണുന്നത്. എക്സ്പോസ്ഡ് കോൺക്രീറ്റിന്റെ മോഡലുള്ളത്. പണ്ട് നിറ്റ്കോ ആയിരുന്നു ഇതിന്റെ ഒരു മാസ്റ്റർ. നിറ്റ്കോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡായിരുന്നു ഈ പലതരം സ്റ്റോൺ ഫിനിഷസ് ഒക്കെ ചെയ്തുകൊണ്ടത്. ഇപ്പം എല്ലാവർക്കും വളരെ ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി, ടെക്നോളജി മാറി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടൈല് ഞാൻ ആദ്യം കാണുന്നത് ഈ പോഷ് ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിനിഷ് ഞാൻ ആദ്യം കാണുന്നത് നമ്മുടെ സിംബോളോ ടൈലിലായിരുന്നു. അവരുടെ ഒരു രക്ഷയില്ല കേട്ടോ. സിംബോളോ ഇന്ത്യൻ ബ്രാൻഡാണ്, നല്ല ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ടൈലുകൾ ഇറക്കുന്നതും സിംബോളാണ്. വലുത്, ഡിസൈൻ വൈസിൽ വ്യത്യസ്തമായിട്ടുള്ള എസ്തെറ്റിക്കലി ഏറ്റവും ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഇറക്കുന്നത് ഫിനിഷിൽ അതായത് മെറ്റീരിയൽ ഫിനിഷിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ് സിംബോളോ. ഇപ്പൊ വേൾഡ് തിൻ WC എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു, സിംബോളോ. ഭയങ്കര രസമുള്ള ഇമ്പോർട്ടഡ് ആയിരുന്നു ആ സാധനമൊക്കെ, ഇമ്പോർട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഇവിടെ മാനുഫാക്ചർ ചെയ്യണം. ഇനി ഇതിലേക്ക് ഇപ്പം നമ്മൾ മാറ്റ് ഫിനിഷിന്റെ കാര്യം പറഞ്ഞു, അതിനകത്ത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ഇന്റീരിയറിന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. മാറ്റ് ഫിനിഷ് കാർവിംഗ് സീരീസ് ഉണ്ട്. കാർവിംഗ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഉണ്ടോ അല്ലേ? നേരത്തെ ഉണ്ട് ഇത്, ഷുഗർ ഫിനിഷ്, കാർവിംഗ് ഫിനിഷ് ഒക്കെ നേരത്തെ വന്നു. പക്ഷേ ഇതെന്താണ് ട്രെൻഡ് ആവുന്ന ഇപ്പോഴൊക്കെ അറിഞ്ഞേ ഉള്ളൂ. ഷുഗർ ഫിനിഷ് ഒക്കെ കുറെ നാൾ വന്നു പോയതാ. ഇപ്പൊ വീണ്ടും ഇപ്പം ഷുഗർ ഫിനിഷ് പിടിത്തോളൂ. അത് പക്ഷെ എനിക്ക് സജസ്റ്റ് ചെയ്യുന്ന വോളിലൊക്കെയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ട്രെൻഡ് ആകാൻ പോകുന്ന ഒരു സാധനമാണ് മൊറോക്കൻ ഫിനിഷ്. പക്ഷെ മൊറോക്കോ നേരത്തെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ബെഡ്റൂം ഇന്റീരിയേഴ്സിന് ഇത് ഭയങ്കര ഒരു സാധ്യത ഉണ്ട്. ഈ ബോർഡർ ആയിട്ടും അതുപോലെ ചില എഡ്ജസ്, ഇനി അതല്ല ഫുള്ളായിട്ട് കട്ടിലിന്റെ കീഴ് അങ്ങനെയുള്ള കൺസെപ്റ്റിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ് ഇപ്പൊ വീണ്ടും ഇപ്പൊ മിക്കവാറും ഷോപ്പുകളിൽ ഡിസ്പ്ലേ ഇതിന്റെ വന്ന് കൂടി തുടങ്ങി. മൊറോക്കൻ സീരീസ് അല്ലേ? അതെ, അതിന്റെ റിക്വയർമെന്റ് വരുമ്പോഴാണല്ലോ ഡിസ്പ്ലേ. അതെ, തീർച്ചയായും. എനിക്കൊന്ന് മൊറോക്കൻ സീരീസിന്റെ ആദ്യത്തെ ഒരു തുടക്കം വരുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തില് അത്തംകുടി ടൈൽസിൽ ഒരു ഡ്രോബാക്ക് കണ്ടത് അത് അയൺ ഓക്സൈഡ് വെച്ച് ചെയ്യുന്ന കാരണമുള്ള ഓക്സിഡേഷനും അതുമൂലം ഉണ്ടായ ഫെയ്ഡിങ്ങും ആയിരുന്നു. അത് ശരിക്കും പ്രൊഫഷണലി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അത് ശരിക്കും കസ്റ്റമൈസ്ഡ് ആണ് അവര് ചെയ്ത്. എനിക്ക് ഒരാളുമായിട്ട് ഞാൻ നേരിട്ട് കണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഏതാണോ ഡിസൈൻ വേണ്ടത് അത് ഞങ്ങൾ അതുപോലെ അവർ കൊണ്ട് ലേ ചെയ്ത് തരിക. ശരിക്കും കോൺക്രീറ്റ് ഡൈ ആ വരിക, കോൺക്രീറ്റ് ഡൈ. ഞങ്ങള് പോളിഷ് ചെയ്യുന്ന ഊമി വെച്ചിട്ടാണല്ലേ? അങ്ങനെയാണ് അവരത് ഗ്ലോസി മാറ്റും ആക്കുന്നത്. രണ്ട് ടൈപ്പും കിട്ടുമല്ലോ. ഞങ്ങള് വയനാട് ഒരു പ്രാവശ്യം
ആരോട് എന്നെ ഒരു സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്. ഒരു 2000 വർഷം മുന്നേ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് അതുപോലെ പൊളിച്ചൊരു കാട്ടിനകത്ത് കൊണ്ട് വെച്ചേക്കും. എന്റെ പൊന്നെ, അവിടെ പോയിട്ട് പ്രേതാലയം അതിന്റെ കഥകൾ വേറെ പറഞ്ഞു. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ല, അവിടെ അത്തൻകുടി ടൈൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചപ്പോ അവരെവിടെയോ പറഞ്ഞ് ജയിപ്പിച്ചാന്നല്ലേ പറഞ്ഞു, ഒരു റെഡ് ആൻഡ് വൈറ്റ് സാധനം. ഏതൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് ഞാൻ കിടന്നുറങ്ങി. അത് ഭയങ്കര രസമുള്ള സാധനം. 2000 വർഷം പഴക്കമുള്ള സാധനം. അവിടെ കയറുമ്പോഴത്തേക്ക് 1000 വർഷം മുന്നേ ചത്തുപോയ ഒരു ആനയുടെ നെറ്റിൽ മറ്റൊരു സാധനം ഉണ്ടല്ലോ, പുസ്തകമൊക്കെ ആയിട്ടല്ലേ വെച്ചിട്ട് ഒരു വല്ലാത്തൊരു സെറ്റ്. ശരിക്കും പറഞ്ഞാല് ഒരു ആത്തൻകുടി ടൈൽസിന്റെ ഒരു പ്രാചീന, അതിൽ നിന്ന് ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു രൂപമാണ് ശരിക്കും പറയാൻ മൊറോക്കൻ സീരീസ്. എനിക്ക് തോന്നുന്നു അതിന്റെ അത് പക്ഷേ ഇസ്താംബുൾ നമ്മുടെ മൊറോക്കൻ ആ ഒരു സ്റ്റൈലിൽ വരുന്ന സാധനമല്ലേ അല്ലേ? ഒരു അറബിക് ഡിസൈൻ എന്നൊക്കെ നമുക്ക് മൊറോക്കൻ സീരീസിനെ പറയാൻ പറ്റില്ലേ? മൊറോക്കൻ ആക്ച്വലി എന്താ പറയുന്നത്, ഡിസൈൻ വൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സെമി ആ ഒരു എന്താ പറയാ ടർക്കിഷ് ആ ഒരു ബ്ലെൻഡാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിന്റെ പല ഡിസൈൻസ് ചിലത് നോക്കുമ്പോൾ ടർക്കിഷ് ബ്ലെൻഡാണ് തോന്നത്തുമില്ല. പക്ഷേ മൊറോക്കോൺ സീരീസ് ടൈൽ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 2x2 മോഡലിലേക്ക് അവൈലബിലിറ്റി കുറവാന്ന് തോന്നുന്നു. ചെറിയ സൈസ് പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് അത് അവര് ജോയിന്റ് ഇല്ലാതെ മാക്സിമം 2x2 ആണ് കണ്ടിട്ടുള്ളത്. ജോയിന്റ് ഫ്രീ അല്ല, എപ്പോഴും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ഏരിയയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് അതിന്റെ ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ ആ ചെറിയ സൈസ് വേണം. ഇപ്പൊ ഇത് വലിയൊരു 6x4 മൊറോക്കൻ സീരീസ് എങ്ങനെ ആലോചിച്ച് നോക്കിയേ. അത് ശരിയാണ്, ഒരു സുഖമില്ലായ്മ തോന്നില്ലേ? അതെ. അപ്പൊ അതിന് ആ ഒരു ചെറിയൊരു ഇതൊക്കെ വേണം. ആ ഒരു ലൈനും കാര്യങ്ങളൊക്കെ വന്നാലേ അതിന്റെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം വരത്ത് വളരെ ടൈല് വിരിക്കുന്നത് എങ്ങനെയാണെന്നൂടെ പറഞ്ഞില്ലേ, ഇത് പൂർത്തിയാവത്തില്ല. നിങ്ങൾ ഇതിന്റെ ഒരു എക്സ്പെർട്ട് എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ചോദ്യം, ഈ ടൈല് നിങ്ങൾ നോർമലി ഉള്ള സിമെന്റിൽ വിരിക്കുവോ അതോ ഗമ്മിൽ വിരിക്കാൻ സജസ്റ്റ് ചെയ്യുമോ? ഇത് കറക്റ്റായിട്ട് വിരിക്കണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ കോൺക്രീറ്റിന്റെ മേളിൽ പ്ലാസ്റ്ററിങ് പ്രോപ്പറായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് വാട്ടർ ലെവൽ ചെയ്യുക, അതിന്റെ മേളിൽ ഗമ്മ് ചെയ്യുക. അതായത് ഗമ്മിൽ വിരിക്കണം തന്നെയാണ്. ഗമ്മിൽ ചെയ്യുന്നതാണ് നല്ലത്. അത് പ്രോപ്പർ ഗ്രേഡ് ഗമ്മ് നമുക്ക് ആവശ്യമുള്ള ഏതാണ് ഗ്രേഡ് ആണോ നോക്കി അതെടുത്ത് തന്നെ ഫ്ലോറിലും വോളിലും രണ്ടിടത്തും എവിടെയായാലും വോളിലാണെങ്കിൽ അതിനുള്ള ഗ്രേഡ് ഉണ്ട്, ഫ്ലോറിലാണെങ്കിൽ അതിനുള്ള ഗ്രേഡ് ഉണ്ട്. ഇതിനകത്ത് ഒരിക്കലും അഡീഷണൽ ആയിട്ട് അവിടെ അതിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് സിമെന്റ് ചേർക്കാതിരിക്കുക. അല്ല, അത് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം പോയി. പാലില് വിഷം കലക്കിയിട്ട് കുടിച്ചോളാൻ പറഞ്ഞ പോലെ എന്തുവാണ് സംഗതി, പാല് ശകലം വിഷം രണ്ടെണ്ണം ഇറ്റിച്ചിട്ടുണ്ട്. എന്റെ ആവശ്യമില്ല, അത് അതിനകത്തെല്ലാം ഉണ്ട്. അപ്പം അതുപോലെ അങ്ങനെ പറയുമ്പോൾ മെയിനായിട്ട് ചോദിക്കാനുള്ള ഒരു സാധനമാണ് സ്പേസർ. സ്പേസർ എപ്പോക്സി രണ്ടും കൂടെ. അതെ. ഇപ്പൊ നല്ല കാര്യം തന്നെ. അതിനകത്ത് മിനിമം ഒരു 3mm ആണ് ആവശ്യം. മിനിമം ഒരു 3mm എങ്കിലും വേണം. 3 to 5 മാക്സിമം ആണ്. 5ന്റെ ആവശ്യമൊന്നുമില്ല. 3-4 ആണ് ഒരു നല്ലൊരു മെഷർമെന്റ് സൈസ് സ്പേസറിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ടൈല് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ വരുന്ന ലേബറിന് മാന്യമായ ഒരു കൂലി കൊടുക്കുക. എത്ര 28, 26, 17, 18 റേഞ്ചൊക്കെ ആയിട്ടുണ്ട്. 17 ഒരു റീസൺ വിത്തൗട്ട് എപ്പോക്സി ആണ്. 28 ഗ്രാനൈറ്റ് ആണ്. സോറി, ഒരു പ്ലസ് ഒരു 10 rupees അപ്പോക്സി സ്പേസർ അപ്പോക്സിയുടെ 28 എന്ന് പറയുന്നത് അപ്പോക്സി അടക്കം ഉൾപ്പെടെ. പിന്നെ ഇതിന് ഗ്രാനൈറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് റേറ്റ്, അത് മോൾഡ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് റേറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഈ പണിക്കാർക്ക് കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്ന ഐറ്റംസ് ആണ്. ചില കാര്യങ്ങളിൽ ഈ കോൺട്രാക്ടർമാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന പോലെ അറിയാം. ഞങ്ങൾ പറയുന്നില്ല. അത് ചില സാധനങ്ങളുണ്ട് ബെനിഫിറ്റ് ഇല്ലാണ്ട് ആരും ഒന്നും ചെയ്യില്ല. ചില കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അപ്പൊ അതൊക്കെ നമുക്കൊരു ചില സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പൊ അത് മേക്കപ്പ് ചെയ്യുന്നത് ഈ ബെനിഫിറ്റിലൂടെയൊക്കെയാണ്. പണിക്കാരും അങ്ങനെ തന്നെ ചില സാധനങ്ങൾ മേക്കപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അഡീഷണൽ ബെനിഫിറ്റ്. അപ്പൊ അവർക്കൊരു മാന്യമായിട്ടുള്ള കൂലി കൊടുത്താലേ അവർ ഓവർ സ്പീഡ് ഇല്ലാതെ വർക്ക് ചെയ്യത്തുള്ളൂ. അതിന്റെ ഒരു കാര്യം ഈ കുറെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഷോപ്പുകളിൽ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ടോയ്ലറ്റ് ടൈലുകളാണ് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. ചില പ്രമുഖ ബ്രാൻഡുകളൊക്കെ 3 വർഷം മുന്നേ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ഇപ്പോഴും അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സ്പെൻസ് ഒക്കെ നോക്കിയിട്ട് അന്നൊരു ട്രെൻഡ് ആയിരുന്നു ഈ 20 സെന്റിമീറ്ററിന് ടൈല് കട്ട് ചെയ്തിട്ട് എപ്പോക്സി എടുത്തിട്ട് ഒട്ടിക്കുക എന്നുള്ളത്. ഒരു 3-4 കളറൊക്കെ ഒരു ടോയ്ലറ്റിന് ഒട്ടിക്കും. ഇന്നും പോകുന്ന ക്ലൈന്റ് കാണുന്ന ഈ ഡിസൈനാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പറയുന്ന സമയത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ടൈൽ ഒരുപാട് വേസ്റ്റാണ്. 2, പണിക്കൂലി ഇവർ വിചാരിച്ച ഈ ഒരു സാധനത്തിനകത്ത് തീരില്ല. അതായത് ഒരു 4x2 ടൈലിൻ്റെ ഒറ്റ പീസ് ഒട്ടിക്കേണ്ട സ്ഥലത്ത് ഇതിനെ 4 ആയിട്ട് കട്ട് ചെയ്ത് പിന്നെ ഇതിന് 4 സ്ഥലത്ത് സ്പേസർ ഇട്ടിട്ട് ഒട്ടിക്കേണ്ടി വരും. ശരിക്കും അത് ചെയ്യാതിരിക്കലാണ് നല്ലത്. പ്രത്യേകിച്ച് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പറ്റുമെങ്കിൽ എല്ലാ ബാത്റൂമിലും ഒരൊറ്റ കളർ അല്ലെങ്കിൽ ഒരു പാറ്റേൺ കൊണ്ടുവരലാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇതിനിപ്പോൾ സൊല്യൂഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഈ 4x2 തന്നെ ഈ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നതിന് പകരം ആ ഡിസൈൻ ടെക്സ്റ്റൈൽ ടൈൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്ലാങ്ക്സ് പോലത്തെ രൂപത്തിലുള്ള 4x2 ആണ് യഥാർത്ഥത്തിൽ. പക്ഷേ അതിനകത്ത്
ഡബിൾ കളർ വന്നിട്ട്. ഗ്രൂസ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിപ്പോ ട്രെൻഡ് മാറിയെന്ന് തോന്നുന്നു. ഇപ്പൊ എല്ലാവരും ചെറിയ സൈസിലൊക്കെയായിരുന്നു നേരത്തെ 15-18 വാൾട്ടൈൽസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ 4x2 ഇപ്പൊ 4x2 സൈസിൽ ഇതുപോലെ ഗ്രൂസ് അടിച്ച് വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ് 4x2 ഒട്ടിച്ചങ്ങ് പോയാൽ മതി. പിന്നെ ഇത് കസ്റ്റമർ ഇത് തരാൻ തയ്യാറാണെങ്കിൽ ആ ഒരു പേയ്മെന്റ് തരാൻ തയ്യാറാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. ടൈല് കട്ട് ചെയ്താൽ മാത്രം പോലെ വലിയ കാര്യമൊന്നും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈല് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് നമുക്ക് മേടിക്കാം അല്ലേ. ഇന്ന ടൈൽ എടുക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ല. ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമല്ല, അതൊക്കെ ഒരു കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതുപോലെ നമ്മൾ ഇതിന്റെ കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോക്സി സ്പേസറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഒരു 3 to 4 ആണ് റെക്കമെൻഡ്. 3 ആണ് നല്ലൊരു സൈസ്. പിന്നെ അതിനകത്ത് അപ്പോക്സി ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് കഴിഞ്ഞാൽ ഒന്ന് ഈ നോർമലി നമ്മൾ ടൈല് ലേ ചെയ്യുമ്പോൾ അത് ചെറിയൊരു ഗ്യാപ്പാണ് വരുന്നത്. അതിനകത്ത് അഴുക്ക് കയറിയിരുന്ന് അടഞ്ഞ് അത് ബാക്ടീരിയൽ ഫംഗൽ ഇഷ്യൂസിനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. ഇതിൻ്റെ സ്ഥലത്ത് അപ്പോക്സി ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഒരു അടുത്ത കാരണം ഒരു ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഈ ടൈല് ബെൻഡ് ആവാനും പൊട്ടാനും ഒക്കെ ഉള്ള സാധ്യത കുറയുത് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ സംഭവിച്ചു. അത് പ്രോപ്പറായിട്ട് ലേ ചെയ്യാത്തതുകൊണ്ടുള്ള വന്ന കാര്യമാണ്. അപ്പോൾ അപ്പോക്സി എപ്പോഴും റെക്കമെൻഡഡ് ആണ്. പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു അഡീഷണൽ വാട്ടർ പ്രൂഫിംഗ് ലെയർ കൂടിയാണ് അപ്പോക്സി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മറൈൻ പ്ലൈവുഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് ഇതിനൊരു വാറണ്ടി പേപ്പർ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? വാറണ്ടി നിലവിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഒരു ടൈലിന് വാറണ്ടി ഇല്ല, അങ്ങനെയൊന്നുമില്ല. ISI അണ്ടറിലോട്ട് പെടുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. ഇതല്ല ISO വരുന്നുണ്ട്. അല്ല, മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഇതുപോലെ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ടൈല് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബില്ല് മേടിക്കണം, ബില്ല് മേടിച്ചാൽ മാത്രമേ ഇതിന് വാറണ്ടി കിട്ടുള്ളൂ. പുള്ളിയുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ ഇതുപോലെ ടൈല് മേടിച്ചു. പുള്ളിക്ക് അത് മനസ്സിലായത് ടൈല് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ്, അങ്ങനെ കൊടുത്ത് വാറണ്ടി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റും. കേട്ടിട്ടില്ല, അറിയില്ല. അല്ല, ബില്ലില്ലാണ്ട് ടൈൽ ഷോപ്പിൽ നിന്ന് ടൈൽ കൊടുക്കുന്നുണ്ട്. ടൈല് ലേജ് അതിനകത്ത് കുറച്ച് പ്രൊസീജിയർ, ഒരു വാറണ്ടി കണ്ടീഷൻസ് ഒക്കെ എഴുതുമല്ലോ. അതെ, അതിനകത്ത് കുറച്ച് പ്രൊസീജിയർ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരിക്കലും നമുക്ക് പാലിക്കാൻ പറ്റാത്ത പ്രൊസീജിയറാണ്. ഇവിടെ ചെയ്യുന്നില്ല. കാരണം ടൈല് ഇളക്കി ബോക്സിൽ നിന്ന് ഇളക്കി ഒരു ബെഡിലേക്ക് വെറുതെ വിരിക്കണത്. ആദ്യം വിരിച്ച് ഇതിനകത്ത് ബെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇത് ലേ ചെയ്യാവുള്ളൂ. ചെയ്യാൻ പറ്റാത്ത കാര്യം എഴുതി പിടിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ അവരൊരു QC വെക്കാനുള്ളത് നമ്മൾ ചെയ്യണം. അല്ല, ക്വാളിറ്റി ടെസ്റ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്കായിട്ട് ചെയ്ത് വരുന്നത്. ഇത് പ്രോപ്പറായിട്ടൊക്കെ ചെയ്ത് വരുന്നത്. പക്ഷേ ഇവിടുന്ന് ലേ ചെയ്യുമ്പോൾ ഇത് ചെയ്യണമെന്നാണ്. വെച്ചാൽ ഈ ടൈല് ഒരു ഷോപ്പിൽ ഇരിക്കുകയാണ്, ഇത് ഇങ്ങനെ അട്ടിയെടുക്കി വെച്ചേക്കുക. അപ്പോൾ അവിടെ ഇരുന്നതിന് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പോസിറ്റീവ് ബെൻസ് ആണ് കൂടുതൽ ടൈൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ചെറിയ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ബാച്ച് പ്രോപ്പർ ആണെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ കുറച്ച് വലിയൊരു പ്രശ്നമാണ്. ചില ഷോപ്പുകൾ പറയും സെയിം കളർ എല്ലാം സെയിം ആണെങ്കിലും 2 ടൈമിൽ പ്രിന്റ് ചെയ്യുന്ന സാധനമാണെങ്കിൽ കളർ മൈനോട്ട് വരും. ക്ലൈമറ്റ് കണ്ടീഷൻ മാറുന്നതനുസരിച്ച് ഹീറ്റിനകത്ത് ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ബാച്ചിൽ ഡിഫറൻസ്. ആ ഹീറ്റ് അല്ലേ, ചൂടാക്കുമല്ലേ. അപ്പോൾ ഒരു 101 ഡിഗ്രിയിൽ 100 ഡിഗ്രി ചൂടാക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് കളറിൽ, പ്രത്യേകിച്ച് ലൈറ്റ് ഷെയ്ഡിൽ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ബ്രാൻഡ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. കാര്യം കേരളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, പക്ഷേ അറിയപ്പെടുന്ന കുറച്ച് ബ്രാൻഡ്സ് ഉണ്ടാവുമല്ലോ. അതെ, ആൾക്കാരൊക്കെ കേട്ടാൽ ഇത് ബ്രാൻഡാണ്, ഇത് എടുക്കാൻ തോന്നുന്നു. അങ്ങനെ കുറച്ച് ബ്രാൻഡ്സ് നിങ്ങൾക്ക് പറയാം. ഏറ്റവും ഫെമിലിയർ ആയിട്ട് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പറയുമ്പോൾ തന്നെ കജാരിയ, സൊമാനി, RK, സിംബോളോ, ജോൺസൺ, അങ്ങനെ ഒത്തിരി ഏഷ്യൻ, ക്യൂട്ടോൺ, സെറ, അങ്ങനെ ഒത്തിരി ബ്രാൻഡ്. പറയാത്ത പ്രമുഖ ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അത് നിങ്ങൾ ഇവിടെ വന്നിരുന്നു പറയാം. പക്ഷേ ഇതിനകത്തൊരു കാര്യം, നമ്മളിപ്പോൾ നിങ്ങൾക്ക് എത്ര ബ്രാൻഡ് ഇപ്പോൾ കേട്ടിട്ടുണ്ടോ? ഒരു 20 ബ്രാൻഡ് ഇല്ലേ? 20 ഇല്ല, മാക്സിമം അത്രേ ഉള്ളൂ. പക്ഷെ ഗുജറാത്തിൽ ഏകദേശം 3000-ലധികം കമ്പനികളുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ കേരളത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഇതെല്ലാം അവിടെ നിന്ന് വരുന്നയാ. ഇയാള് തോൽവിയാണ്. അപ്പോൾ ഇത്രയും കമ്പനി അത് വെച്ചാൽ ഇതിനകത്ത് മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുന്ന വളരെ കുറച്ച് കമ്പനികളേ ഉള്ളൂ. അവരാണ് ബ്രാൻഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഔട്ട്സോഴ്സിംഗ് ആണ്. പരസ്യം ചെയ്യുന്നതാണ് ബ്രാൻഡ്. പരസ്യത്തിലൂടെയാണ് ബ്രാൻഡുകൾ അറിയപ്പെട്ടത്. ഇതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്ന പ്രൊഡക്റ്റുമാണ് ഏറെക്കുറെ നല്ല ഒരുവിധം ഒരു 70% ഔട്ട്സോഴ്സിംഗ് ആണ്. അല്ല, പറ്റൂല. ഒരു സമയത്ത് തിരുവനന്തപുരത്ത് ക്ലിക്കായ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവര് നമ്മുടെ പറയാൻ പറ്റുമോ? ഇല്ല, അത് വേണം. ഒരു വിധപ്പെട്ടവർക്കൊക്കെ അറിയാവുന്നു. നമ്മുടെ ഗുജറാത്തിൽ നിന്ന് ടൈല് വരുന്നു, കൊച്ചിയിൽ നിന്ന് ഇവരുടെ കാർട്ടൂണിൽ പാക്ക് ചെയ്യുന്നു. ഒരു പക്ഷെ അരുണിനൊക്കെ അറിയാൻ പറ്റും. കൊച്ചിയിൽ പാർക്ക് ചെയ്യണ്ടാവില്ല, അവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്ത് വരുന്നതാണല്ലേ? അല്ല, അറിയില്ല, അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഒരു സമയത്ത് ട്രെൻഡ് ആയിരുന്നു. അപ്പം ആ ഒരു ബ്രാൻഡ് നശിച്ചതിന് ശേഷം ഉയർന്നു വന്ന ഒരുപാട്
ടൈൽ ഷോപ്പുകൾ തിരുവനന്തപുരം ഭാഗങ്ങളിലുണ്ട്. അങ്ങനെയാണ് ഇതിപ്പം മാർക്കറ്റ് ചെയ്യുന്നില്ല അവർ, ബ്രാൻഡല്ല ഈ എക്സ് ബ്രാൻഡ് നെയിം പറയുന്നില്ല. ഒരു ബ്രാൻഡിന് അവരുടെ ഏകദേശം 6000 കോടിയാണ് ടേൺ ഓവർ. അതിൽ ഒരു 100-200 കോടി ടേൺ ഓവറിൻ്റെ സാധനം അവരുണ്ടാക്കുന്നുള്ളൂ. ബാക്കി മൊത്തം ഔട്ട്സോഴ്സിംഗ്. പക്ഷേ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ അവർ പക്ക ക്വാളിറ്റി കൺട്രോൾ ഉണ്ടായിരിക്കും. അതിപ്പോൾ നമ്മുടെ ആപ്പിൾ ഇത്രയും റേറ്റ് കൊടുത്ത് മേടിക്കുന്ന ഫോണിന്റെ ഡിസ്പ്ലേ കൊടുക്കുന്നത് സാംസങ് ആണ്. ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിലും അത് യൂസ് ചെയ്യാറുണ്ടെന്ന് ഞാൻ പറയുള്ളൂ അല്ലേ. ഇത്രയും മനോഹരമായ ഡിസ്പ്ലേ കൊടുത്തിട്ട് എന്തുകൊണ്ട് അവർക്ക് ആ ക്വാളിറ്റിയിലേക്ക് വരാൻ പറ്റുന്നില്ല? അതെ, അപ്പം ഔട്ട്സോഴ്സ് ചെയ്താലും പ്രോപ്പർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് എല്ലാം. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട് വാൾട്ടയിൽ, നമ്മുടെ കമ്പനി, അവിടുന്ന് തന്നെയാണ് ഈ പറഞ്ഞ 2 പ്രമുഖ ബ്രാൻഡ് അവരുടെ വാൾട്ടയിൽ ചെയ്യുന്നത്. പേര് പറയാൻ പറ്റുമോ? സ്വന്തമായിട്ട് പ്രൊഡക്ഷനൊക്കെ ഉള്ള ടീമാണ്. മനസ്സിലായി. എന്റെ കമ്പനി അല്ല കേട്ടോ, നമ്മൾ ചെയ്യുന്ന കമ്പനികൾ അങ്ങനെയാണ്. അതങ്ങനെയാണ്, അങ്ങനെ പറ്റൂ. ഇപ്പൊ നമ്മൾ ഗുജറാത്തിൽ പോയ സമയത്ത് കാണുന്നതാണ് ഈ പറഞ്ഞ പല ബ്രാൻഡുകളും ഒറ്റ ഫാക്ടറിയിൽ അടിക്കുന്നു. പക്ഷെ ഇതിനെല്ലാം പ്രോപ്പർ ക്വാളിറ്റി മാനേജ് ചെയ്ത് ഓരോ സ്റ്റാൻഡേർഡ് ചെയ്തിട്ടാണ്. അല്ല ഒരിക്കലും അതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. ഇന്ന് ഇപ്പൊ ഏതാണ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി ആയാലും ഏത് ഇൻഡസ്ട്രിയിലായാലും ഔട്ട്സോഴ്സിങ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. ബ്രാൻഡഡ് പ്രോഡക്റ്റ് നമുക്ക് ആരുടെ ഒരു അഡ്വൈസ് കിട്ടാനില്ല. നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യലി സൗണ്ടാണ്, ആ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മൾ ബ്രാൻഡിലേക്ക് പോവുക. കണ്ടിപ്പൊട്ടി ഒരാൾ നമുക്ക് അഡ്വൈസ് ചെയ്യാനുണ്ട്, നമുക്ക് കോസ്റ്റ് കുറയ്ക്കണം, എവിടെയൊക്കെ കോസ്റ്റ് പിടിക്കാൻ പറ്റും അവിടെല്ലാം കോസ്റ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ അൺബ്രാൻഡിലേക്ക് പോവാം. ഒത്തിരി ഓപ്ഷനുണ്ട്, ഇഷ്ടം പോലെ ഓപ്ഷനുണ്ട്. നല്ല പ്രോഡക്റ്റ്. ഒരിക്കലും ഈ കടക്കാരൻ നമ്മളെ അങ്ങനെ പറ്റിക്കത്തൊന്നുമില്ല. കാരണം ഈ ടൈൽ ഇട്ടെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നേരെ ആദ്യം ചെല്ലുന്ന ടൈല് കടക്കാരുടെ അടുത്തോട്ടാണ്. ഒരു ടൈല് പൊട്ടിയാൽ അവൻ്റെ അടുത്ത് തന്നെ മാറ്റി തരാൻ പറയും. എല്ലാ ഉപദ്രവവും ചെയ്തത് കടക്കാരുടെ അടുത്ത്. അപ്പോൾ അവൻ എന്നുള്ള രീതി എന്ന് പറഞ്ഞാൽ മാക്സിമം ഇവൻ്റെ ശല്യം ഇല്ലാതെ കൊടുക്കുന്ന സാധനം വൃത്തിയായിട്ട്, ഇതൊരു കോൺട്രാക്ടർ കാണും, ഒരു ലെയർ കാണും ഇതിൻ്റെ കൂടെ, ഇവരെല്ലാം വീണ്ടും ഈ കടയിലേക്ക് വരണം തീർച്ചയായും. എന്നാലേ, അല്ലെങ്കിൽ ഈ എടുക്കുന്ന ആളുടെ ഒരു ബന്ധു എടുത്ത ആൾ ഈ കടയിലേക്ക് വരണം. അപ്പോൾ മാക്സിമം നല്ല പ്രോഡക്റ്റ് കിട്ടും. പിന്നെ ഇതിൽ വേറൊരു കേസ് ഞാൻ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനം, ഇപ്പം നമ്മൾ കജാരിയ പറഞ്ഞു, ജോൺസൺ, സൊമാനിയ, ഇങ്ങനെ കുറേ ബ്രാൻഡുകൾ പറഞ്ഞു, സിംബോളോ. പക്ഷേ ഇതൊക്കെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബ്രാൻഡ് കഴിഞ്ഞു. ലേ ചെയ്യുന്നത് വരെ ഉള്ളൂ ഇത് കജേരിയ, സൊമാനിയ. വീട്ടിലിറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. അല്ല, അങ്ങനെയല്ല. അതിപ്പോൾ നമുക്ക് കാർട്ടൂൺ കാണുമ്പോൾ വായിക്കാമല്ലോ ഇത് ഏത് ബ്രാൻഡാണെന്ന്. ഇത് വിരിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, പിന്നെ ഏത് ടൈലാണെന്ന്, അത്ര തന്നെ ഉള്ളൂ. എനിക്ക് പറഞ്ഞാൽ ഒരു വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് നോർമലി ആദ്യം ചിന്തിക്കാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബ്രാൻഡുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബഡ്ജറ്റ് അനുസരിച്ച് അതിനെ തിരഞ്ഞെടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ നോൺ ബ്രാൻഡുകളിലേക്ക് പോകും. ടൈല് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഇതുപോലുള്ള പൊട്ടിത്തെറിക്കുന്ന അല്ലേ അടിപൊളി കണ്ടന്റ് നമ്മുടെ ഈ ചാനലിലൂടെ, പോഡ്കാസ്റ്റിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു വീട് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഗൈഡൻസ് എപ്പോഴും മാസ്റ്റേഴ്സ് ഒപ്പീനിയൻ മാത്രം തേടുക. ആ മാസ്റ്റേഴ്സ് ഒപ്പീനിയൻ ഇവിടുന്ന് തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ തന്നെ അല്ലേ? തീർച്ചയായും. വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.